കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ സുധീർ ചോയ്സിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. നമ്മുടെ യൂണിറ്റിന്റെ ട്രഷററായ അനീസ് ചക്കാലയെ ഈ സ്വാഗതം ചെയ്തു കൊടുക്കും. ജില്ലാ വൈസ് പ്രസിഡന്റായ മെനഞ്ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. മറ്റ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് വിങ്ങിന്റെ ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ജൂൺ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമായിട്ടാണ് ലോകമെമ്പാടും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1974 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ ബോഡിയാണ് ഇങ്ങനെയൊരു സംവിധാനം ആദ്യമായി രൂപം കൊണ്ടത്. ലോകത്തിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആഗോള താപനമാണ്. ദൈനംദിനം നമ്മൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന അതിഭീകരമായ ചൂടടക്കം നമുക്കും വരും തലമുറയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിനെ തടയിടാൻ നമുക്ക് കഴിയുന്നത്, നമ്മളെ പ്രാപ്തമാക്കുന്നത് മരങ്ങൾ നടുക, വനങ്ങൾ സംരക്ഷിക്കുക, വനങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ അതിനായി കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ ഇവിടുത്തെ വ്യാപാരികളെ, എല്ലാ വ്യാപാരികൾക്കും തൈ വിതരണം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടി തന്നെയാണ് ഇത്തരം പരിപാടികൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെയ്യുന്നത്. കേരളത്തിലെ 3000-ൽ പരം വരുന്ന യൂണിറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപന സമിതി ചെയ്തുകൊണ്ടിരിക്കുക. ഏകോപന സമിതിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ KJ മേനോൻ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞായിരുന്നു. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സുധീർ ചോയി, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ രഞ്ജീവ് ശേഖർ, ട്രഷറർ അനീസ് ചക്കാലൈ, യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ഷിഹാബ് അടക്കമുള്ള യൂത്ത് വിങ്ങിന്റെ നേതാക്കന്മാർ, താലൂക്ക് മർച്ചന്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നാട്ടുകാർ, ജൂൺ 5 കാലാകാലങ്ങളായി നമ്മൾ സാമൂഹ്യ വനവൽക്കരണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനമായി ആചരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആചരിക്കുകയല്ല വേണ്ട, ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ കൊച്ചുനാളിലെ സ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ അശോക ചക്രവർത്തിയുടെയും അക്ബർ ചക്രവർത്തിയുടെയും ഭരണപരിഷ്കാരങ്ങൾ കാണുമ്പോൾ മനപ്പാഠം പഠിക്കുന്ന സമയത്ത് തണൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ ഇപ്പോ പ്രകൃതിയോട് എതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ജനാധിപത്യ സംവിധാനം വന്നതിന് ശേഷമാണ്. പണ്ട് അതൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് സാമൂഹ്യ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ അത് ചെയ്തിരുന്നു. നമുക്കിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ആമസോൺ പാളിയിൽ വിള്ളൽ വീണു, അതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വരെ ഗൾഫ് നാടുകളേക്കാൾ ഭയങ്കര രൂക്ഷമായിട്ടുള്ള താപനിലയായിരുന്നു നമ്മുടെ അന്തരീക്ഷം. 42 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ 47 വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് സാമൂഹ്യ വനവൽക്കരണം മാത്രമാണ്. എല്ലാ വർഷവും ഇതുപോലെ വൃക്ഷത്തൈ വിതരണം ചെയ്യുക, അതിന്റെ ഫോട്ടോ എടുക്കുക, പത്ര ദൃശ്യമാധ്യമങ്ങളിൽ കൊടുക്കുക എന്നതിലുപരി അതിനെ വളർത്തുക, വെള്ളമൊഴിച്ച് വളർത്തുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കാണേണ്ടത്. ഇന്ന് കൊണ്ടുപോയി നടന്ന ഈ വൃക്ഷങ്ങൾ അടുത്ത വർഷം എത്രത്തോളം വളർന്നു എന്ന് കാണിക്കാൻ നമുക്കിപ്പോൾ പൊതു സമൂഹത്തിന് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. മിനിമം നമ്മുടെ വ്യാപാരികളെങ്കിലും ഇന്ന് കൊണ്ടുപോയി നടന്ന വൃക്ഷങ്ങൾ എത്രത്തോളം അടുത്ത 1 വർഷം കൊണ്ട് എത്രത്തോളം വളർന്നു എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് വേണം അടുത്ത ജൂൺ 5-ാം തീയതി നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത്. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സമൂഹത്തോട് ഉള്ള കടപ്പാട് അല്ലെങ്കിൽ ബാധ്യത നിറവേറ്റിക്കൊണ്ട് നാം ഇന്ന് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന സാമൂഹ്യ വനവൽക്കരണ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി ദിന ആചരണം അല്ലെങ്കിൽ ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യാപാരികൾ മുൻകാലങ്ങൾ ചെയ്യുന്ന പതുപോലെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും സമൂഹത്തിലെ എല്ലാത്തരം ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു കൂട്ടം എന്ന നിലയിൽ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മെസ്സേജാണ് ഈ പരിപാടി. എല്ലാവരും അധികം പിന്തുടരുകയും എല്ലാവരും ഈ മരങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായ അസോസിയേഷൻ എൻ്റെ വ്യക്തിപരമായ. പ്രിയമുള്ളവരെ, ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ജൂൺ 5-ന് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണം എന്തുകൊണ്ടും പ്രശംസയർഹിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനത്തുള്ള 4000-ഓളം യൂണിറ്റുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സംസ്ഥാനത്തെ 1400 വ്യാപാരി ഭവനുകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വ്യാപാരിക്ഷേമ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ ഇന്ന് ഈ കരുനാഗപ്പള്ളിയിലെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. പരിസ്ഥിതി നശീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിലാണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു തൈ വെച്ച്
അത് നട്ട് വളർന്ന് വലുതായി വരുമ്പോൾ മരമായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. നമസ്കാരം. ജൂൺ 5 എന്ന് പറയുന്നത് ലോകം ആകാനുള്ള ജനങ്ങൾ പരിസ്ഥിതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇത് 1974 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ ബോഡിയാണ് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത്. ഇത് പ്രധാനമായും ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളി ഒരു ആഗോള താപനമാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത അത്ര ചൂടാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം മരങ്ങൾ നടുക, വനങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ ഇങ്ങനെയൊരു പരിപാടി തുടങ്ങുന്നത്. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് കേരള വ്യാപാരി വ്യവസായ കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും വൃക്ഷത്തൈ നടുകയും ചെയ്ത് ഇത് എല്ലാ വർഷവും വളരെ ആഘോഷത്തോടുകൂടിയാണ് വ്യാപാരി വ്യവസായ സമിതി ആഘോഷിക്കുന്നത്. സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകിയും സമൂഹത്തിലേക്ക് വിതരണം ചെയ്തും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് തുടരുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പ്രസവം നേരം ഞാൻ നേരുന്നു. ഇതെൻ്റെ കടമയാണ്. നന്ദി, നമസ്കാരം. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മുടെ പരിസ്ഥിതിക്കായിട്ടുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പങ്കിടുന്നതിനോടൊപ്പം പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ലക്ഷ്യത്തോടുകൂടി വ്യാപാരി വ്യവസായ സമൂഹം നടത്തിയ പ്രവർത്തനം സാഹചര്യമാണ്, മാതൃകയാണ്. ജോയിന്റ് സെക്രട്ടറി ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് ഞങ്ങൾ മർച്ചന്റ് അസോസിയേഷൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുടെ ജീവിക്കുന്നതാണ്. ഇന്ന് നമ്മളെ വൃക്ഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് മർച്ചന്റ് അസോസിയേഷൻ്റെ യൂണിറ്റ് ഇന്ന് ഇവിടെ തൈകൾ വിതരണമായിരുന്നു. ആ വിതരണത്തിലൂടെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഇന്ത്യയും പൗരൻ്റെയും അവകാശമാണ്. മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാലങ്ങളിലും നമുക്ക് ഡിസൈനുകൾ നട്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്ന ഒറ്റ നിലപാടാണ് ഇന്ന് മർച്ചന്റ് അസോസിയേഷൻ എടുത്ത നിലപാട്. അതിന് എല്ലാവിധ പ്രസിഡന്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്ന് ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 അതിവിപുലമായ രീതിയിൽ ഞങ്ങൾ മുസ്ലിം നേതൃത്വത്തിൽ മർച്ചന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ആദരിച്ചു. അതിൽ എല്ലാവരും പങ്കുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഒരാൾ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കുന്നുണ്ട്. മുൻ സെക്രട്ടറി കയ്യടി ഇജാസ് മുമ്പിൽ നിന്ന് മാറി. ഇജാസ് ഒന്ന് മാറി. ചേട്ടായി പോട്ടെ. I